പൊയ്യാറമഠം ഓം ശ്രീ വിഷ്ണുമായേ നമഃ. ഞാൻ ഷെറിൻ, പൊയ്യാറ ശ്രീ വിഷ്ണുമായ മഠം. ഭയങ്കരമായിട്ടുള്ള ശത്രുക്കളുടെ ശല്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് വിളിക്കാറുണ്ട്. അവരതിന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല, ദാമ്പത്യ ജീവിതത്തിൽ ഒരു സന്തോഷമില്ല എന്നും, കലഹങ്ങളാണ്, ബന്ധനങ്ങൾ, അവർക്ക് പലതരത്തിലുള്ള ബിസിനസ്സും കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും തന്നെ അവർക്ക് കിട്ടുന്നില്ല. പലതരത്തിലുള്ള ബന്ധനങ്ങൾ ഉണ്ടാവുക, അവരുടെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും സ്തംഭിച്ചു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവുക. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് അവര് പലരുമായിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതിന്റെ ഫലമായിട്ട് ശത്രുബാധ ലക്ഷണം ഉള്ളതായിട്ടും ആഭിചാര ദോഷമുള്ളതൊക്കെ ആയിട്ടും പറഞ്ഞിട്ട് എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, നിങ്ങൾക്ക് എന്തായാലും ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ശരീരത്തിലോ മനസ്സിലോ ബാധിച്ചിട്ടുള്ള ഈ ബന്ധനവും സ്തംഭനവും ഈ ആഭിചാര ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് വളരെ ചെറിയൊരു കാര്യം നിങ്ങൾക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിച്ചാൽ നിങ്ങൾക്ക് വളരെയധികം ഒരു ആശ്വാസം ലഭിക്കും. നിങ്ങളൊരു നല്ല നാളികേരം എടുക്കുക. നാളികേരം എന്ന് പറയുന്നത് മുഴുവനായിട്ടുള്ള നാളികേരമല്ല, അതിൻ്റെ ഉള്ളിൽ നമ്മൾ സാധാരണ മുട്ടറക്കാനായിട്ട് ഉപയോഗിക്കുന്ന നാളികേരം, ചില സ്ഥലങ്ങളിൽ അതിനെ തേങ്ങ എന്ന് പറയും. അപ്പോൾ അത് എടുക്കുക, നല്ല രീതിയിൽ വൃത്തിയാക്കുക, കഴുകിയതിന് ശേഷം നിങ്ങളാണ് ആ നാളികേരം എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ബാധിക്കപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ ഏതൊക്കെയാണ് ശത്രുക്കൾ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നതായ വ്യക്തികൾ ഉണ്ടാവാം. ആ വ്യക്തികളെ കുറിച്ച് ചിന്തിക്കുകയും അവരെന്തെങ്കിലും തരത്തിലുള്ള ഈ പ്രാർത്ഥനകളോ മാരണങ്ങളോ കൂടോത്രങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാന്ത്രിക രീതികളിൽ ചെയ്യുകയോ അല്ലെങ്കിൽ വെറുതെ പ്രാവുക എന്ന് പറയുന്ന പ്രാക്ക് ദോഷം, കണ്ണേറ് ദോഷം, അങ്ങനെയുള്ള എന്തെങ്കിലും ദോഷങ്ങളോ ദുരിതങ്ങളോ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് സുഹൃത്തുക്കളിൽ നിന്നാവാം, ബന്ധുക്കളിൽ നിന്നാവാം, ആരിൽ നിന്നായാലും, അത് അന്യന്മാരാവാം, അന്യമതസ്ഥരാവാം, അയൽപ്പക്കക്കാരാവാം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അത് നമ്മൾ സങ്കല്പിച്ച് ഭഗവാനായിട്ടുള്ള പൊയ്യാറമഠത്തിലെ വിഷ്ണുവായ സ്വാമിയെയും ചാത്തന്മാരെയും മനസ്സിൽ വിചാരിച്ച് നിങ്ങളുടെ ശരീരത്തിൽ നിന്നും പൂർണ്ണമായിട്ടും ഈ പറയുന്ന എല്ലാ ശത്രുബാധാദോഷങ്ങളും ബന്ധനങ്ങളും സ്തംഭനങ്ങളും എല്ലാം നിങ്ങളുടെ ശരീരം വിട്ട് ഈ നാളികേരത്തിലേക്ക് പോകുന്നതായി സങ്കല്പിച്ച് 21 പ്രാവശ്യം ഒഴിയുക. അതിനുശേഷം നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ വീട്ടിലോ റൂമിലോ ഒരു ശുദ്ധിയുള്ള സ്ഥലത്ത് വെക്കുക. പൂജാമുറിയിൽ വെക്കണം എന്നില്ല. വെച്ച് ഒരു രാത്രി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആ നാളികേരം എടുത്ത് ആ നാളികേരത്തിൽ കുറച്ച് നമ്മൾ വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ കുറച്ച് മഞ്ഞൾപ്പൊടി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു പച്ച കർപ്പൂരം വെച്ച്, ഇല്ലെങ്കിൽ നോർമലായിട്ടുള്ള കർപ്പൂരം വെച്ചിട്ടായാലും മതി, വെച്ച് കത്തിച്ചതിന് ശേഷം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും ആ ദോഷങ്ങൾ ദുരിതങ്ങൾ വിട്ടകന്നു പോയി എന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾ 9 പ്രാവശ്യം തലയ്ക്ക് ചുറ്റും കത്തിച്ചതിന് ശേഷം ഒഴിഞ്ഞതിന് ശേഷം ആ നാളികേരം തറയിൽ ഉടച്ച് കളഞ്ഞ് ആ നാളികേരം നിങ്ങൾക്ക് പുറത്ത് വെളിയിൽ കൊണ്ട് കളയാവുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അടുപ്പിച്ച് 7 ദിവസമോ 14 ദിവസമോ 21 ദിവസമോ ഇങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ബാധിക്കപ്പെട്ടുള്ള എല്ലാ ബന്ധനങ്ങളും നീങ്ങുന്നതായിട്ട് മാറും. ഇതിനുശേഷം അതിശക്തമായിട്ട് ചെയ്യുന്നതായിട്ടുള്ള ഇതേ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഗുരുതി തയ്യാറാക്കി അതിലേക്ക് ഈ ശത്രുവിനെ സങ്കല്പിച്ചുകൊണ്ട് തന്നെ അവരുടെ എല്ലാ ദോഷ ദുരിതങ്ങളും നമ്മളുടെ മേത്ത് സംഭവിച്ചത് മുഴുവൻ അവരിലേക്ക് തന്നെ തിരിച്ചു പോവാനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചു ചെയ്യുന്ന പൂജകളുണ്ട്. അതുപോലെ രൂപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് അത് പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച്, ചിലപ്പോൾ ചോറ് കൊണ്ട് ചെയ്യുന്നുണ്ടാവാം, മരം കൊണ്ടുണ്ടാവാം, മണ്ണുകൊണ്ടുണ്ടാവാം, അങ്ങനെയുള്ള ആൾ രൂപങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ബന്ധനങ്ങളെയും സ്തംഭനങ്ങളെയും ആഭിചാരങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്നതായിട്ടുള്ള, അത് പ്രത്യേകമായ സമയത്ത് ചെയ്യുന്നതായിട്ടുള്ള, പ്രത്യേക ദിവസങ്ങളിൽ ചെയ്യുന്നതായിട്ടുള്ള, പ്രത്യേക രീതിയിൽ നിങ്ങൾ വ്രതശുദ്ധി എടുത്തതിന് ശേഷം ചെയ്യുന്നതായിട്ടുള്ള, ഇങ്ങനെ റെഗുലറായിട്ട് ചെയ്യാനോ നമ്മൾക്ക് മാസത്തിൽ ഒരിക്കലോ ചെയ്യാനോ നമുക്ക് സാധിച്ചാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത എത്ര വലിയ ശത്രുവാണെങ്കിലും അതിൻ്റെ സർവനാശം 100% ഉറപ്പാണ്. അങ്ങനെ നമ്മളെ ബാധിച്ചിരിക്കുന്ന മനുഷ്യന്മാരുടെ പ്രവൃത്തി കൊണ്ടുള്ള ശത്രുബാധാ ദോഷങ്ങളൊക്കെയും പൂർണ്ണമായി നമുക്ക് മാറ്റി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ സാധിക്കും. എല്ലാവരും വിജയിക്കട്ടെ.